ലഅനത്തുല്ലാഹി അലൈഹി അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് പ്രഖ്യാപനം നടത്തുമെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ കൂട്ടത്തിൽ ആ സച്ചരിതരാണ് എന്ന് ഇബ്ലീസ് പ്രഖ്യാപിച്ച എനിക്ക് വഴിപിഴപ്പിക്കാൻ കിട്ടുകയില്ല എന്ന് ഇബ്ലീസ് പറഞ്ഞവരുടെ കൂട്ടത്തിൽ ഒന്നാം നമ്പരുകാരനാണ് ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അസീസ് തങ്ങൾ അവർ. കാരണം ലോകത്തിന്റെ നേതാവ് ഹബീബായ നബി തങ്ങളാണ് എങ്കിൽ ലോക മനുഷ്യരുടെ ലോക ഔലിയാക്കന്മാരുടെ നിലയിൽ ലോക ഔലിയാക്കന്മാരുടെ മുഴുവനും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു ആണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, വിശിഷ്യ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കാതിരിക്കാൻ കഴിയില്ല, അവിടുത്തെ മാറ്റി നിർത്താൻ ഒരിക്കലും കഴിയില്ല. കാരണം പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ രീതിയിൽ ത്വരീഖത്തിന്റെ ആളുകൾ അഥവാ ഖാദിരിയ ത്വരീഖത്തിന്റെ ആളുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന, അവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രബോധന ദൗത്യങ്ങൾ മുൻകാലങ്ങളിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനത്തിനു വേണ്ടിയിട്ട് അവരേറ്റെടുത്ത മാർഗങ്ങൾ ഒരിക്കലും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നടക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിനെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മാറ്റി നിർത്താൻ സാധിക്കുകയും ഇല്ല. ഉന്നതമായ സ്ഥാനത്ത് ഉന്നതമായ ത്വരീഖത്തിന്റെയും ആത്മീയതയുടെയും മേലും ലോകത്ത് വിരാജിക്കുന്ന മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പരിശുദ്ധമായ ഇസ്ലാമിൽ മുസ്ലിമീങ്ങൾ അവിടുത്തെ അനുസ്മരിക്കപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ വർത്തമാനകാലം അതിൽ നിന്നും അല്പം പിന്നോട്ട് പോയിട്ടുണ്ടോ എന്ന് ചർച്ച ചെയ്യപ്പെടുമ്പോ, പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകത്തിന്റെ ഒരുപാട് മേഖലകളിൽ മുഴുവനും പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടിരിക്കുമ്പോ, പരിശുദ്ധമായ ഇസ്ലാം പ്രതിസന്ധികളെ കണ്ടുകൊണ്ടിരിക്കുമ്പോ, മുസ്ലിമീങ്ങൾ ഒരുപാട് വിഷമങ്ങൾ തരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ, ഇതിന്റെ എല്ലാത്തിന്റെയും കാരണം അതുപോലെയുള്ള ഔലിയാക്കന്മാരെ തിരസ്കരിക്കാൻ, ആ ഔലിയാക്കന്മാരെ സജീവതയിൽ നിന്നും മാറ്റി നിർത്താൻ, ആ ഔലിയാക്കന്മാരെ മനബലങ്ങളിൽ നിന്നും ഒഴിവാക്കി നിർത്താൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മുസ്ലിം സമുദായം തയ്യാറായതുകൊണ്ടാണ് എന്ന് വായിച്ചെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. കാരണം ഈ സമുദായം മുൻകാലങ്ങളിൽ അവരെ അനുസ്മരിച്ചുകൊണ്ട് അനുധാവനം ചെയ്തുകൊണ്ട് അവരെ പറഞ്ഞുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഏതൊരു വിഷയങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുമായിരുന്നു, മഹാനവറുകളെ അനുസ്മരിക്കുമായിരുന്നു, അവിടുത്തെ പേര് റാത്തീബ് ചൊല്ലുമായിരുന്നു, അവിടുത്തെ മുഹീദ്ദീൻ ആലാപനം ചെയ്യുമായിരുന്നു. എന്നാൽ വർത്തമാനകാല തലമുറയിൽ കാണാനില്ല. റാത്തീബുകൾക്ക് ഇന്ന് പഞ്ഞമാണ്, കുതുബിയ്യത്തുകൾ ഇന്ന് കാണാനില്ല. മുഹീദ്ദീൻ മാല നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഇല്ലാതായിരിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഇവിടെ പ്രശ്നങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുമ്പോ, ലോകത്ത് ഭൂമിയിലാണെങ്കിലും കടലിലാണെങ്കിലും സമുദ്രത്തിലാണെങ്കിലും കരയിലാണെങ്കിലും പ്രതിസന്ധികൾ മനുഷ്യൻ നേരിട്ടുകൊണ്ടിരിക്കുമ്പോ, നാം ഇവിടെ കാലഘട്ടത്തിന് കുറ്റം പറയുകയാ. വെയിലിന്റെ സമയത്ത് മഴ പെയ്യുമ്പോ, മഴയുടെ സമയത്ത് തണുപ്പ് വരുമ്പോ, കാലഘട്ടം തലകീഴായി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ, മനുഷ്യനിവിടെ ഭൂമിയുടെ മുകളിൽ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോ, രോഗമില്ലാതെ ഇവിടെ രോഗമില്ലാത്ത മനുഷ്യന്മാരെ ആരെയും കാണാൻ കഴിയുന്നില്ല. ക്യാൻസർ പോലത്തെ മാരകമായ രോഗങ്ങൾ പടർന്നു പന്തലിക്കുകയാണ്. വരുന്നില്ലാത്ത രോഗങ്ങൾ കൊണ്ട് മനുഷ്യനും ബുദ്ധിമുട്ടുകയാണ്. നമ്മുടെ കേരളത്തിൽ നിന്നല്ല, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വരെ കണ്ടിട്ടില്ലാത്ത പ്രശ്നങ്ങളിലേക്ക് മനുഷ്യന് ചെന്നെത്തിക്കൊണ്ടിരിക്കുമ്പോ, നമ്മുടെ രാജ്യത്തിന്റെ പുറത്തും മുസ്ലിമീങ്ങളെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടിരിക്കുമ്പോ, നമ്മുടെ സമുദ്രത്തിൽ മത്സ്യമില്ലാതെ ജോലിയില്ലാതെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ബുദ്ധിമുട്ടുമ്പോ, പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടിരിക്കുമ്പോ, മനുഷ്യനിവിടെ പണത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ കാണുന്നു. ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ ഈ ദുനിയാവിന്റെ മുകളിൽ മനുഷ്യൻ നേരിടുന്നുവെങ്കിൽ ഇതിന് എല്ലാത്തിന്റെയും കാരണക്കാരനാരാ? ഇവിടെ കാലഘട്ടത്തിന് കുറ്റം പറയാൻ നിൽക്കണ്ട, ഇവിടെ പ്രകൃതിയെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട. എല്ലാത്തിന്റെയും കാരണക്കാരനാരാണ്? വിശുദ്ധമായ ഖുർആൻ ഇവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ വർത്തമാന കാല തലമുറയെ മുന്നിൽ കണ്ടിട്ട് അല്ലാഹുവിന്റെ പ്രഖ്യാപനമുണ്ട്. നമറൽ ഫസാദു ഫീൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്.
ഓ മനുഷ്യ, നീ കാണുന്ന പ്രശ്നമുണ്ടല്ലോ, നീ അനുഭവിക്കുന്ന പ്രതിസന്ധികളുണ്ടല്ലോ, നീ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, എല്ലാത്തിന്റെയും ഒരു കാരണം ഇവിടെ അസുഖം കാരണം മനുഷ്യൻ ബുദ്ധിമുട്ടുന്നുവെങ്കിൽ, ഇവിടെ മരുന്നില്ലാത്ത രോഗങ്ങൾ കൊണ്ട് മനുഷ്യന് പ്രതിസന്ധികൾ അനുഭവിക്കുന്നുവെങ്കിൽ, ഇവിടെ മനുഷ്യൻ ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നുവെങ്കിൽ, പണമില്ലാതെ ഇവിടെ പ്രതിസന്ധികൾ അനുഭവിക്കുന്നുവെങ്കിൽ, ഓ മുസ്ലിമേ നിന്നെ തച്ചുടക്കുന്നുവെങ്കിൽ, ഓ മുസ്ലിം സമുദായമേ നിന്നെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നുവെങ്കിൽ, എല്ലാത്തിന്റെയും കാരണക്കാരനാരാ? അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്. ലഹറൽ ഫസാദ് ഫിൽ ബർരി, ഈ ദുനിയാവിൽ ഈ ഭൂലോകത്ത് കാണുന്ന പ്രശ്നങ്ങളുടെ കാരണക്കാരനാരാ? ഫിൽ ബർരി ബിൽ ബർരി വൽ ബഹരി, ഈ കടലിൽ കാണുന്ന പ്രശ്നങ്ങളുടെ കാരണക്കാരനാരാ? ബിമാ കസബത് ഐദിന്നാസ്, എല്ലാം മനുഷ്യന്റെ കയ്യിലിരിപ്പാണ്, എല്ലാം മനുഷ്യന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്. ബിമാ കസബത് ഐദിന്നാസ്, ഓ മനുഷ്യ, അത് നിന്റെ കയ്യിലിരിപ്പ് തന്നെ. അതുകൊണ്ട് പ്രിയമുള്ള ശബ്ദം ശ്രമിക്കുന്നവരെ, മടങ്ങേണ്ടതുണ്ട് നമുക്ക് ഈ ദീനിലേക്ക്, ആ ആത്മീയതയിലേക്ക്. മഹാന്മാര് പഠിപ്പിച്ചു തന്ന, സച്ചരിതരായ മുൻഗാമികൾ സഞ്ചരിച്ചു കാണിച്ചു തന്ന മാതൃകയോടെ നമുക്ക് നടക്കണം. അവിടെയാണ് പ്രശ്നത്തിനുള്ള പരിഹാരങ്ങൾ, അവിടെയാണ് നമ്മളുടെ പ്രതിസന്ധികൾ മാറ്റിവെക്കാനുള്ള മാർഗങ്ങൾ. മഹാന്മാര് പഠിപ്പിച്ചു തന്ന മാതൃക ഏതാണ്? ഹബീബായ നബി തങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യലാണ്. ഇന്നും തമിഴ്നാടിന്റെ പല ഭാഗങ്ങളിലും പ്രശ്നങ്ങൾ കടന്നു വരുമ്പോ, പ്രതിസന്ധികൾ നേരിടുമ്പോ അവർ ചെയ്യുന്നതെന്താ? ലോകത്ത് ശാസ്ത്രജ്ഞന്മാരെ കൊണ്ടുവരലല്ല, പോലീസുകാരെ വിളിക്കലല്ല, നേതാക്കന്മാരെ കൊണ്ടുവരലല്ല. പിന്നെയോ മുസ്ലിം സമുദായം ചെയ്യുന്ന